വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തിൽ. വചനം വചനം ദൈവത്തിൻ വചനം. വചനം വചനം ദൈവത്തിൻ വചനം. ആ ഞാൻ ആ പള്ളിയുടെ പുറയിലുള്ള ഹോട്ടലിൻ്റെ അവിടെ ഉണ്ട്. നീ ഇങ്ങോട്ട് വാ. അതേടാ മാറ്റം ഉണ്ടോ എന്നാ? പിന്നല്ലാതാ എടാ ഇവിടെ ആകെ മാറിപ്പോയില്ലടാ മൊത്തത്തിൽ. ആ ചുരുങ്ങിയതൊരു 10 വർഷങ്ങളായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ നാട്ടിൽ വന്നിട്ട്. ടോട്ടൽ നോക്കി കഴിഞ്ഞാൽ ഒരു 10-22 വർഷമായില്ലടാ ബോംബെയിൽ. ആ പിന്നെ സുഖമല്ലേടാ? ആ ശരി ശരി ശരി. എടാ പിന്നെ കടയതേ നിന്റെ നമ്പർ മേടിച്ചിട്ടാണ് ഞാൻ വിളിച്ചതേ. ആ എടാ ഞാൻ വിളിക്കാട്ടോ. ആ മാർട്ടിനെ എടാ ദാസ ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. എടാ നമ്മുടെ മാട്ടിലടാ അവൻ ഞാനിപ്പോൾ കണ്ടേ അതാ വിളിച്ചത്. ഓക്കേടാ. എടാ എടാ നിനക്ക് എന്നെ മനസ്സിലായ? അല്ല അത് ഈ ആ എടാ ആൽബർട്ട് തന്നെ. നീയും മാറിപ്പോയിട്ടാ. എടാ എത്രയൊക്കെ മാറിയാലും നിന്നെ കണ്ട ഏത് ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും ഞാൻ മനസ്സിലാക്കും. ആ പിന്നെ അല്ല നീ ബോംബെയിലല്ല? എടാ 10-25 വർഷമായിട്ട് ബോംബെയിലല്ലേ. ഭാര്യയും കുട്ടികളും കുടുംബവും ഒക്കെ ആയിട്ട് ഒരു 1.5 ബോംബെക്കാരൻ. ആ പിന്നെ ഇവിടെ കുടുംബമായിട്ട് വന്നതേ ചേട്ടന്റെ മോളുടെ കല്യാണമായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച പോകണം. അതൊക്കെ പോട്ടെ, നിന്റെ വിശേഷം പറയും. ഞാൻ അങ്ങനെയൊക്കെ അങ്ങോട്ട് പോകുന്നടാ. ആ അല്ല നീ എന്താ ഇവിടെ ഞങ്ങളുടെ ഏരിയയില്? അല്ല ഞാനിവിടെ വൈഫ് ഹൗസിൽ വന്നാണേ. ആ ഇവിടെ അടുത്തുനിന്നാണ് ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. അല്ല ഇവിടെ എന്ന് പറയുമ്പോ അമ്മായിപ്പൻ്റെ പേര് ജോസഫ് എന്നാ. ജോസഫ്? അതെ. അളിയൻ ഒരു ചാർലി. ഇവര് 3 മക്കളാ. ഓ റീത്ത, സോഫി, ചാർലി. ആ അതെ. എൻ്റെ മാർട്ടിനെ ബോംബെക്ക് ഞങ്ങൾ പോകുന്നതേ ഈ ചാർലിയുടെ കൂടെ അല്ലേ. ഞങ്ങൾ 3-4 പേര് അവൻ്റെ കൂടെ പോയതേ ബോംബെ ചെന്നിട്ട് മല മറിക്കാന്ന് കരുതിയാണേ. പക്ഷെ കുത്തുവാള എടുത്തു പോയിടാ. ഓ നിന്റെ അമ്മായപ്പൻ ജോസഫ്, ഓ അയാളൊരു പുണ്യാത്മാവാട്ട. അങ്ങേരെ പറ്റി പറഞ്ഞ തീരുല്ല ഒരിക്കലും. വെള്ളിയുടെ മാറ്റ് മൂശയിലൂടെയും സ്വർണത്തിൻ്റെ മാറ്റ് ചൂളയിലൂടെയും എന്ന പോലെ മനുഷ്യൻ്റെ മാറ്റ് അവന് ലഭിക്കുന്ന പ്രശംസയിലൂടെ നിർണയിക്കപ്പെടുന്നു. സുഭാഷിതങ്ങൾ 27-ാം അധ്യായം 21-ാം വാക്യം. പിന്നെ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഈ ചാർലിക്ക് ഞങ്ങളുടെ കൂടെ ബോംബെക്ക് പുറപ്പെടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു എന്ന്. അത് മാത്രമല്ല അങ്ങേർക്ക് അവനോടുള്ള സ്നേഹം ഈ ലോകത്തുള്ള ഒരപ്പനും മക്കളോടും ഉണ്ടാവില്ല. ആ നീ വന്നേ നമുക്ക് ഓരോ ജ്യൂസ് കുടിക്കാം. ഏയ് അത് പിന്നെ എടാ ഒരുപാട് നാളത്തിൽ കാണുന്നല്ലേ, വാ നമുക്ക് ഓരോ ജ്യൂസ് കുടിക്കാം. വാ അല്ല നീ ഇതെപ്പോ വന്നു?
ഞാനിപ്പോ വന്നേ ഉള്ളൂ. എന്നിട്ട് വിളിക്കാതെ അകത്തേക്ക് വരാതെ ഇവിടെ തന്നെ ഇരുന്ന് കളഞ്ഞതാ നീ. അവള് മേഴ്സി അവളുടെ അമ്മക്ക് സുഖമില്ലെന്നും പറഞ്ഞേ അവളുടെ വീട്ടിലേക്ക് പോയിരിക്കുക. എനിക്കറിയാം. ഞാൻ ഇന്നലെ വിളിച്ചിരുന്നു ചേച്ചിയെ. അതുകൊണ്ട് തന്നെയാ ഞാൻ ഇന്ന് തന്നെ ഇങ്ങോട്ട് പോകുന്നത്. ഓ, അവളിവിടെ ഇല്ലെന്നുള്ള വിവരം നീ ഇന്നലെ ഫോൺ ചെയ്ത് ചോദിച്ചത് ഇതിനു വേണ്ടിയായിരുന്നല്ലേ? അതെ, ഈ സ്ഥലം ചേട്ടന്റെ പേരിലേക്ക് മാറ്റുന്നതിനെ പറ്റി കഴിഞ്ഞ തവണ എല്ലാരും കൂടെ അമ്മയുടെ ആണ്ടിന് വന്നപ്പോ ചേട്ടനൊക്കെ പറഞ്ഞല്ലോ. അതെ, എല്ലാവരും ഉണ്ടായിരുന്നതുകൊണ്ടാ ഞാനൊന്നും പറയാതിരുന്നത്. ഞങ്ങള് 2 പെങ്ങന്മാരല്ലേ ചേട്ടനുള്ളത്. അവക്കും ജോണിക്ക് വേണ്ടെങ്കിൽ വേണ്ട, പക്ഷേ എനിക്ക് എന്റെ വീതം വേണം. തുറന്ന കുറ്റപ്പെടുത്തലാണ് നിഗൂഢമായ സ്നേഹത്തേക്കാൾ മെച്ചം. സുഭാഷിതങ്ങൾ 27-ാം അധ്യായം 5-ാം വാക്യം. കൃത്യമായിട്ട് നിന്നെ കിട്ടണം. അന്നൊന്നും മിണ്ടാണ്ടിരുന്ന് കേട്ടിട്ട് പോയപ്പോ ഞാൻ വിചാരിച്ചു റീത്തയുടെ പോലെ നിനക്കും സമ്മതമായിരിക്കുന്ന. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചേ ദാ ഇതേപോലെ വെട്ടിത്തുറന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിലേ ചേട്ടൻ നാണം കിടുമായിരുന്നു. കാരണം ചേട്ടൻ വിചാരിച്ച പോലെ തന്നെ ആയിരിക്കുമല്ലോ എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാവാ. അത് വേണ്ടാന്ന് കരുതിയിട്ടാ ഞാനിങ്ങനെ ഇതാ തനിച്ചു വന്ന് ചേട്ടനോട് സംസാരിക്കണേ. എനിക്കെന്റെ വിഹിതം കിട്ടണം. എന്താ ചേട്ടനൊന്നും മിണ്ടാത്തെ? ഇതിലിപ്പ ഞാനിനി എന്ത് മിണ്ടാനാ? എങ്കി ഞാൻ പോണു. അല്ലടി, വല്ല വെള്ളം വെള്ളം കുടിച്ചിട്ട് പോ. എനിക്ക് വേണ്ട. ഹലോ, എന്താടാ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു? സോളമ്മ, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താടാ? എടാ, ഞങ്ങളുടെ വീട് സ്ഥലവും ഞങ്ങളുടെ 3 പേരുടെയും കൂടി പേരിലാണ് ഉള്ളത്. അതിന് അല്ല, ഇന്നിപ്പോ എന്റെ പെങ്ങള് വീട്ടിൽ വന്നിരുന്നേ, സോഫിയേ. അതിപ്പോ ഞാൻ അവളെ കപ്പകളുടെ അവിടെ വെച്ച് കണ്ടതല്ലേ. അവിടെ കേറിയിട്ടാണ് അങ്ങോട്ട് വന്നത്. കഴിഞ്ഞ ആഴ്ച 2 പെങ്ങാമാരും അളിയന്മാരും ഒക്കെ ഇരിക്കുമ്പോ ആ സ്ഥലവും വീടും എനിക്ക് എഴുതരണമെന്നുള്ള കാര്യം സംസാരിച്ചിരുന്നതാ. അന്നേരം ഒന്നും ആരും ഒന്നും മിണ്ടിയില്ല. അതെന്തിനാ മുണ്ടണത്? അത് പിന്നെ അവർക്കറിയാലോ നീ കഷ്ടപ്പെട്ട് കാശുണ്ടാക്കിയ 2 പെങ്ങാമാരെയും കെട്ടിച്ചു വിട്ടതെന്ന്. അപ്പൊ പിന്നെ ഞാൻ പറയണത്, നീ പറയാതെ തന്നെ ഇവരിത് നിനക്ക് എഴുതി തരണമായിരുന്നു. അല്ല അല്ല അന്ന് അങ്ങനെ പറഞ്ഞപ്പോ മിണ്ടാതിരുന്ന പെങ്ങള് ഇന്ന് വന്ന എന്തിനാ? അല്ല, സോഫിക്ക് സൈൻ ചെയ്യാൻ പറ്റില്ല, അവളുടെ വീതം അവൾക്ക് വേണമെന്ന് പറയാനാണ്. അത് നിനക്കങ്ങനെ മനസ്സിലായി?
ഇതിനിത്ര മനസ്സിലാക്കാൻ എന്താ ഉള്ളത്? അത് പറഞ്ഞു വന്നപ്പോൾ തന്നെ എന്തോ എനക്കുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പിന്നതെ ഇവിടെ വരെ പറഞ്ഞു വന്നപ്പോൾ റൂട്ടും ക്ലിയറായി. അല്ല, ഇതിൽ നിന്റെ അളിയന്റെ സ്റ്റാൻഡ് എന്താ? ഓ, അവൻ മാർട്ടിൻ ഇവള് പറയുന്നതിന്റെ അപ്പുറത്തേക്ക് നിൽക്കില്ല. ഓ, അപ്പോ നിന്റെ അളിയനായിരിക്കുമോ വില്ലൻ? ഈ പെങ്ങള് സോഫിക്ക് ആ, നിന്നോട് ഇങ്ങനെയൊന്നും ചോദിക്കാനുള്ള താല്പര്യം ഉണ്ടാവില്ല. എന്നാ ഭർത്താവിന്റെ നിർബന്ധത്തിന് വഴങ്ങി നിന്നോട് ചോദിക്കാൻ വന്നതായിരിക്കും. എന്താടാ, ഞാൻ മാർട്ടിനോട് സംസാരിക്കണം? അത് നന്നായിരിക്കും. വളരെ ഉപകാരടാ. ഞാനിത് എങ്ങനെ നിന്നോട് സംസാരിക്കണമെന്ന് കരുതിയിരിക്കണമായിരുന്നു. എടാ, നിന്റെ ഭാഗത്തുള്ള ന്യായത്തിന് വേണ്ടി ഞാൻ നിന്റെ കൂടെ നിൽക്കും. എടാ, ഞാൻ നിന്റെ അളിയൻ മാർട്ടിനോട് ചോദിച്ചു, മാർട്ടിനെ അത്രയും കഷ്ടപ്പെട്ടിട്ടാ ആ ചാർലി തൻ്റെ 2 പെങ്ങാമാരെയും സ്ത്രീധനം കൊടുത്ത് കെട്ടിച്ചു വിട്ടതെന്ന്. എന്നിട്ടിത് മര്യാദയാണോ മാർട്ടിനെന്ന്? ധൈര്യപൂർവം പ്രവർത്തിക്കുവിൻ. കർത്താവ് നീതിമാന്റെ പക്ഷത്തായിരിക്കും. 2 ദിനവൃത്താന്തം 19-ാം അധ്യായം 17-ാം വാക്യം. പറഞ്ഞു കഴിഞ്ഞോ? അതെന്താ മാർട്ടിനെ അങ്ങനെ ഒരു ചോദ്യം? അപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞത് മനസ്സിലായില്ലെന്നുണ്ടോ? നന്നായിട്ട് മനസ്സിലായി. അതാണ് ഞാൻ അങ്ങനെ ചോദിച്ചത് സോളമ. സുഹൃത്തിനോടുള്ള സ്നേഹവും കൊള്ളാം, സുഹൃത്തിൻ്റെ അളിയനായ എന്നോട് ആവേശത്തോടെ പറഞ്ഞ കാര്യങ്ങളും കൊള്ളാം. പക്ഷേ ആവേശത്തെ പോലെ തന്നെ കുറച്ച് ആലോചനയും കാര്യങ്ങൾ അന്വേഷിച്ചറിയാനുള്ള വിവേകവും കൂടി കാണിക്കേണ്ടതായിരുന്നു. എന്ന് വെച്ചാ എന്നെ സംബന്ധിച്ചിടത്തോളം സോളമൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. എൻ്റെ അളിയനോട് എൻ്റെ ഭാര്യ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നുള്ളത് എൻ്റെ അറിവോടുകൂടിയല്ല. ഇനി അങ്ങനെ പറഞ്ഞെങ്കിൽ തന്നെ എൻ്റെ അളിയനെന്ന് പറയുന്ന ഈ ചാർലിക്ക് അത് എന്നോട് ചോദിച്ചാൽ പോരെ? അത് ശരിയാ. ഇങ്ങനെ സോളമനെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമുണ്ടാ? പിന്നെ സോളമ, ഭാര്യ വീട്ടിലെ അവകാശം ചോദിച്ചു മേടിക്കാൻ വേണ്ടി ഭാര്യയെ നിർബന്ധിച്ച് വിടുന്ന ഈ അത്രക്ക് തരം താണ ഒരു മനുഷ്യനായിട്ട് എന്നെ കാണരുത് പ്ലീസ്. പിന്നെ സുഹൃത്തിനോടുള്ള സ്നേഹം കൊണ്ട് ഇത് വന്ന് എന്നോട് ചോദിക്കാൻ കാണിച്ച ആ നല്ല മനസ്സിനെ മാനിച്ചുകൊണ്ട് ഞാൻ തന്നെ ഇതിനൊരു പരിഹാരം കണ്ടെത്തിക്കോളാം. ഓ, ആദ്യം ഞാൻ ഈ കാര്യം എൻ്റെ ഭാര്യയോട്ടൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് പോരെ? എന്താ? മതി, അത് മതി. ഈ മാറ്റും പറഞ്ഞതുപോലെ എനിക്കിത്ര ആവേശം കൂടിപ്പോയി. ചിലരങ്ങനെ കാള പെറ്റൂന്ന് കേൾക്കുമ്പോൾ തന്നെ കയറെടുക്കും. അല്ല, ഈ കിടാവിനെ കെട്ടാനേ. ഓ, അത് ശരി. മാറ്റി ഇത്ര സിമ്പിളായിരുന്നല്ലേ? ഈ എൻ്റെ അളിയനെയും സോളമനെയും പോലെയുള്ള ആളുകളുടെ ഇടയിൽ എന്നെ പോലെയുള്ള സിമ്പിളായിട്ടുള്ള ആളുകളും വേണ്ടേ? ആ, അത് കറക്റ്റ്. അപ്പോ ഇനിയെങ്കിലും എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും കാര്യങ്ങൾ വ്യക്തമായി അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് വേണം ഇടപെടാൻ. അല്ലേ? അല്ല, മധ്യസ്ഥനാകാൻ. അപ്പോ ഓക്കെ എന്നാ, ശരി എന്നാ. ആകെ കൂടെ ചാർലി എന്ത് വർത്താനം ഈ പറഞ്ഞത്? സത്യവിരുദ്ധമായി ഒരിക്കലും വാദിക്കരുത്. സ്വന്തം അജ്ഞതയെക്കുറിച്ച് ബോധവാനായിരിക്കണം. പ്രഭാഷകൻ 4-ാം അധ്യായം 25-ാം വാക്യം. കാര്യം ശരി. ചേട്ടൻ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ടതും അവിടെ നയിച്ചു കൊടുത്ത പൈസ കൊണ്ട് വാങ്ങിച്ച സ്ഥലം വിറ്റ് എൻ്റെ റീത്തേടൻ കല്യാണം നടത്തിയതൊക്കെ ശരിയാ. പക്ഷേ മാർട്ടിൻ ചേട്ടൻ ഈ കാര്യത്തിൽ എൻ്റെ കൂടെ നിൽക്കണം. സോഫി, ഇങ്ങനെ വാദിച്ചും അവകാശം പറഞ്ഞും നിന്റെ ആങ്ങളയോട് വാങ്ങിച്ചെടുക്കേണ്ടതല്ല നിന്റെ അവകാശങ്ങൾ. പിന്നെ ശരിക്കും ചാർലി എളിയൻ അത് മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെട്ട് നിനക്കത് തരണം. അങ്ങനെയാകുമ്പോൾ ബന്ധങ്ങൾ നല്ല ഉരുക്ക് ചങ്ങല പോലെ ബലമുള്ളതാകും. അപ്പൊ എനിക്ക് അവകാശപ്പെട്ട എന്റെ വിഹിതം വാങ്ങണമെന്ന് ചേട്ടൻ ഒട്ടും ആഗ്രഹമില്ലേ? ഇല്ല, ആഗ്രഹം ഇല്ലെന്ന് മാത്രമല്ല, ഇന്ന് നീ അളിയനോട് ചെന്ന് പറഞ്ഞ കാര്യങ്ങൾ
അതിന് മാപ്പും പറയണം. നിന്റെ അധരങ്ങൾ നീതിമൊഴിയുമ്പോൾ എൻ്റെ ആത്മാവ് ആഹ്ലാദിക്കും. സുഭാഷിതങ്ങൾ 23-ാം അധ്യായം 16-ാം വാക്യം. ശരിക്കും കാര്യത്തിലാണോ ചേട്ടനീ പറയണേ? അതെ. എങ്കി ഇങ്ങ വന്നേ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താ? ആകെ ചമ്മി മെനകേടായി പോയി. നീ പെങ്ങൾ അങ്ങനെ പറഞ്ഞു, പെങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോ ഈ മാർട്ടിൻ ഭയങ്കര വില്ലനാണെന്നല്ലേ ഞാൻ കരുതിയത്. ഞാൻ അതിനനുസരിച്ചുള്ള പെർഫോമൻസ് അല്ലേ ചെയ്തത്. പുള്ളി ഭയങ്കര മര്യാദക്കാരൻ, സിമ്പിള്. അല്ല, നീ എന്തിനാ ഇങ്ങനെ പേടിക്കണത്? അവരുടെ ഭാഗത്ത് നിന്ന് നിനക്കൊരു ബുദ്ധിമുട്ടും ഈ ലാൻഡിന്റെ കാര്യത്തിലോ ഈ വീടിന്റെ കാര്യത്തിലോ ഉണ്ടാവില്ല. അത് ഞാൻ ഉറപ്പ് തരുന്നു. പറഞ്ഞു തീർന്നില്ല, 100 ആയുസാണ്ടാ ദേ വരുന്നവര്. രാവിലെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതെന്റെ അറിവില്ലായ്മയെ കണ്ട് ചേട്ടനോട് ക്ഷമിക്കണം. പിന്നെ അങ്ങനെ മാത്രം പറഞ്ഞാ പോരാ. പിന്നെ പെങ്ങളി കണ്ട പെർഫോമൻസ് മുഴുവൻ കാഴ്ചവെച്ചതേ ആങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് പറഞ്ഞാ അളിയന് വിശ്വസിക്കോ? വേണ്ടട്ടോ. അതായത് ഈ കാര്യത്തില് ഞാൻ ഉടക്കുണ്ടാക്കോ ഇല്ലയോ എന്നുള്ളൊരു ടെസ്റ്റും കൂടിയായിരുന്നത്. എന്നോട് പറയാതെ ഇവിടെ വന്ന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാ എന്റെ അഭിപ്രായം കൂടി അറിയാൻ പറ്റുമല്ല. അത് സോഫി ആഗ്രഹിച്ച പോലെ തന്നെ മാർട്ടിൻ സോഫിയുടെ വിഹിതം വേണ്ടെന്നുള്ള സ്റ്റാൻഡ് കൊടുത്തല്ലോ. ഇപ്പൊ നിനക്ക് സമാധാനമായില്ല. ഈ പേരും പറഞ്ഞ് ഇവിടെ ടെൻഷനായിരുന്നു. മാർട്ടിൻ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞിട്ട് ഇവൻ വിശ്വസിക്കണ്ടേ? നീ ഇങ്ങനെ നോക്കി നിൽക്കാതെ അകത്ത് പോയി എല്ലാവർക്കും ഒരു ചായ എടുക്കും. അതൊരു നല്ല കാര്യമുണ്ട്. ഒരു മിനിറ്റ്. പറയടാ. അതെ അളിയ, അളിയൻ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ടതും അവിടുന്ന് മാസാമാസം അപ്പന്റെ പേരിൽ പണം അയച്ചു കൊടുത്തതും ആ പണം കൊണ്ട് അപ്പച്ചൻ ഇവിടെ 10 സെന്റ് സ്ഥലം വാങ്ങിച്ചതും അപ്പച്ചന്റെ മരണത്തിന് ശേഷം ആ 10 സെന്റ് സ്ഥലം വിറ്റ് ഈ 2 പെങ്ങാമാരുടെയും കല്യാണം നടത്തിയതും എല്ലാം ശുദ്ധ നുണയായിരുന്നെന്ന് എനിക്കറിയാം. അതെല്ലാം അപ്പന്റെ കാശായിരുന്നെന്നും മകന്റെ ഇമേജ് സംരക്ഷിക്കാൻ വേണ്ടി അപ്പൻ ചെയ്താണെന്നൊക്കെയുള്ള ആർക്കും അറിയാൻ പാടില്ലാത്ത രഹസ്യം എനിക്കറിയാം. അപ്പം മകൻ കഷ്ടപ്പെട്ട കഥ പറഞ്ഞതേ മകൻ നന്നാകാനും ബന്ധുക്കളുടെ നാട്ടുകാരുടെ ഇടയിൽ ഈ മകന്റെ ഇമേജ് സംരക്ഷിക്കാനായിട്ടാണ്. അല്ലാതെ പാവം പെങ്ങന്മാരെ ഈ പറഞ്ഞു പറ്റിക്കാനുള്ള ലൈസൻസ് അല്ലായിരുന്നു. ഇതാ പറഞ്ഞേ. നീ വന്ന് എന്നോട് ഈ കാര്യം പറഞ്ഞപ്പോ നിന്റെ പെങ്ങളൊരു ഭയങ്കരയാന്നാ ഞാൻ കരുതിയത്. പിന്നെ ഞാൻ വിചാരിച്ച് ആ മാർട്ടിനായിരിക്കും വില്ലനെന്ന്. പിന്നതെ ഇപ്പം ഇത് കേട്ടപ്പോ ഉണ്ടല്ലോ, നീയാണ് യഥാർത്ഥ വില്ലനെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ആ മാർട്ടിൻ പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടതാ. ഇനിയെങ്കിലും നന്നാകാൻ നോക്കടാ. എങ്ങനെ നന്നാകണമെന്ന് ഞാൻ പറയുന്നില്ല. എടാ, നിന്റെ ഒരു കൂട്ടുകാരൻ എന്നതിലേക്ക് എനിക്ക് പറയാനുള്ളത് അർഹതപ്പെട്ടത് അർഹതപ്പെട്ടവർക്ക് തന്നെ കൊടുക്കണം. ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ തിന്മയിൽ നിന്ന് തൻ്റെ നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് തൻ്റെ അധരത്തെയും നിയന്ത്രിക്കട്ടെ. 1 പത്രോസ് 3-ാം അധ്യായം 10-ാം വാക്യം. ചാർലി, എന്തൊക്കെയാ സുഖം തന്നെയല്ലേ? നീ എന്ന് വന്ന്? ഞാനൊരു 2 ആഴ്ചയായിട്ട് ഇവിടെ തന്നെ കേട്ടത്. നാളെ വൈകിട്ട് തിരികെ പോണം.
ഏതായാലും പോകുന്നതിന് മുമ്പ് നിന്നെ കാണാൻ പറ്റിയല്ലോ. ആ അത് പറഞ്ഞില്ലല്ലോ. എടാ നിന്റെ അളിയും മാർട്ടിനുണ്ടല്ലോ, അവനെ എൻ്റെ കൂടെ പഠിച്ചത്. ആ ഞാൻ അവനോട് നമ്മുടെ ബോംബെ കഥകളെല്ലാം പറഞ്ഞു. അവൻ വണ്ടടിച്ചു പോയി. എടാ പിന്നെ എൻ്റെ ശുദ്ധ മനസ്സുകൊണ്ട് ആ നരക ജീവിതത്തിൽ നിന്ന് നിന്റെ അപ്പൻ 2-3 വർഷത്തിന് ശേഷം നിന്നെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതും നിന്റെ അപ്പൻ്റെ നല്ല മനസ്സിനെ പറ്റിയും നീ അവിടുന്ന് പോരുന്നതിന് മുമ്പ് തന്നെ മാസാമാസം നിന്റെ അപ്പൻ നിനക്ക് അയച്ചു തന്നിരുന്ന സാമ്പത്തിക സഹായത്തെക്കുറിച്ച് ഒക്കെ ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ എൻ്റെ ശുദ്ധ മനസ്സുകൊണ്ടാണേ. മാർട്ടിനോട് ഞാൻ വള്ളി പുള്ളി വിടാതെ എല്ലാം പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവൻ്റെ കണ്ണ് നിറഞ്ഞു എന്ന് എനിക്കൊരു സംശയം. ഓഹോ, അപ്പൊ ഇതായിരുന്നല്ലേ ആ റൂട്ട്. വെറുതെ അല്ല അവൻ മതത്തിന്റെ കണ്ണ് തെളിച്ച് കളഞ്ഞത്. എന്ത്? അല്ല, ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യണമെന്നേ ഞാൻ പറഞ്ഞായിരുന്നു. ഞാൻ പോട്ടാ. എന്നാൽ അവരെ ഭയപ്പെടേണ്ട. എന്തെന്നാൽ മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല, നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതിരിക്കുകയില്ല. മത്തായി 10:26. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.